അർജുൻ, ഒരാഴ്ച മുൻപ് വരെ UDF-ന് ഈസി വാക്ക് ഓവർ ആകുമെന്ന് കരുതിയ നിലമ്പൂരിൽ കളം മാറിയത് M സ്വരാജിന്റെ വരവാണ്. പാർട്ടി പ്രവർത്തകർ ആകെ ആവേശത്തിലാണ്. ഇടതുമുന്നണിയുടെ പ്രചാരണം എങ്ങനെയൊക്കെ? വലിയ ആവേശത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. M സ്വരാജ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഘട്ടം തൊട്ട് ആവേശം നിലമ്പൂരിൽ തുടങ്ങിയതാണ്. ആ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ പ്രകടനമായി നിലമ്പൂർ ടൗണിൽ പ്രവർത്തകർ ഒത്തുകൂടിയിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്നലെ വൈകിട്ടും ഇന്ന് ഇപ്പോഴും നടക്കുന്നത്. അതായത് ഇതുവരെ സ്വരാജിന്റെ റോഡ് ഷോ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഉച്ചയ്ക്ക് ആരംഭിച്ച റോഡ് ഷോ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സമാപനം നിലമ്പൂർ ടൗണിന് തൊട്ടടുത്ത് എടക്കരയിൽ അല്പസമയത്തിനകം സമാപിക്കുകയും ചെയ്യും. ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ ഉടനീളം നടത്തിയ റോഡ് ഷോ ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചയ്ക്കാണ് റോഡ് ഷോ ഉണ്ടായത്. ആ റോഡ് ഷോയിൽ അടക്കം വലിയ തരത്തിലുള്ള പ്രവർത്തകരുടെ ഒരു ആവേശം ഉണ്ടായിരുന്നു. ബൈക്ക് റാലികളായി നൂറുകണക്കിന് പ്രവർത്തകർ സ്വരാജിനെ അനുഗമിച്ചിരുന്നു. അങ്ങനെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി കുറെ കാലത്തിന് ശേഷം വരുന്നത് കൊണ്ട് തന്നെ ആ ആവേശമാണ് അണികൾക്കുള്ളത്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ആവേശത്തിലേക്ക് മാറിയിട്ടുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ടുള്ള സ്ഥാനാർത്ഥിയോ ആയിരുന്നെങ്കിൽ പാർട്ടി അംഗങ്ങൾക്ക് ആളുകളെ ഉണർത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അതായത് പാർട്ടി അനുഭാവികളെയും പ്രവർത്തകരെയും ഒക്കെ ഉണർത്തി പ്രവർത്തനത്തിനൊക്കെ രംഗത്തിറക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല സ്ഥിതി. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ സ്വാഭാവികമായി പ്രവർത്തകരുടെ ആവേശമുണ്ടായി. അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇതിനോടകം തന്നെ തയ്യാറായി. പലയിടങ്ങളിലും ഇതിനോടകം തന്നെ ഫ്ലെക്സ് ബോർഡുകൾ സ്വരാജിന്റെ ഉയർന്നു കഴിഞ്ഞു. അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് വലിയ ഒരു മുന്നേറ്റം കൂടിയാണ്. കാരണം ജുജീഷ് പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ച മുൻപ് തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം UDF ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടുള്ള ഒരു മേൽക്കൈ UDF-ന് ഉണ്ടെന്നുള്ളത് വിലയിരുത്തപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലത്തെ ആ പ്രഖ്യാപനത്തിന് ശേഷം വന്നിട്ടുള്ള പ്രവർത്തകരുടെ ആവേശവും ഇന്ന് നടന്നിട്ടുള്ള റോഡ് ഷോയും അത് ആ എഡ്ജ് UDF-നുണ്ടായിരുന്ന മുന്നേറ്റത്തെ അതിനൊപ്പം LDF ഉണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ LDF പ്രവർത്തകർക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള റോഡ് ഷോയിലൂടെയാണ് നിലമ്പൂരിൽ ഇന്ന് സ്വരാജ് വന്നിറങ്ങിയിട്ടുള്ളത്. ആ ആവേശം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുള്ള റോഡ് ഷോയിലടക്കം കണ്ടിട്ടുണ്ട്. ആ തരത്തിലുള്ള വലിയ പ്രവർത്തകരുടെ നീണ്ട ഒരു ബൈക്ക് റാലിയോട് കൂടിയിട്ടാണ് റോഡ് ഷോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലെ എല്ലാ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും, അതായത് അത് നഗര കേന്ദ്രീകൃതമായിരുന്നില്ല, എല്ലാ പഞ്ചായത്തുകളിലും മുക്കിലും മൂലയിലും കേന്ദ്രീകരിച്ചുള്ള റോഡ് ഷോയാണ് ഉച്ചയ്ക്ക് ശേഷം സ്വരാജ് നടത്തിയത്. അതിലും വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തകരുടെയും അനുയായികളുടെയും ഒക്കെ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. അങ്ങനെ LDF കൂടി ഈ UDF സ്ഥാനാർത്ഥിക്കൊപ്പം കളം പിടിക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ. നാളെ മുഖ്യമന്ത്രി LDF കൺവെൻഷനിൽ പങ്കെടുക്കാനായി നിലമ്പൂരിലേക്ക് എത്തുകയാണ്. അങ്ങനെ വലിയ ഒരു ആവേശത്തിലേക്ക്, അതിന്റെ ഉച്ചസ്ഥായിലേക്ക് തന്നെ തുടക്കത്തിൽ തന്നെ ഈ മണ്ഡലത്തെ എത്തിക്കാൻ LDF-നും UDF-നും കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിന് ഇനി 19 ദിവസത്തോളം ബാക്കിയുണ്ട്. പക്ഷേ അതിന്റെ തുടക്കത്തിൽ തന്നെ എങ്ങനെ ആവേശമുണ്ടാക്കാം അതിന്റെ അങ്ങേയറ്റത്തിലേക്ക് എത്തിക്കുകയാണ് നിലമ്പൂർ മണ്ഡലം ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ നേർക്കുനേർ വരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറുവശത്ത് അൻവർ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയും വിവാദങ്ങളും ഒക്കെ നിലമ്പൂരിനെ ശ്രദ്ധേയമാക്കുകയാണ്. അൻവർ ഇനി എന്ത് പറയുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിലമ്പൂരിന് ശ്രദ്ധ ചെലുത്തേണ്ടി വരും. അതേ സമയത്ത് തന്നെ സ്വരാജും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നാളെ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ അത് കുറെ കൂടി ആവേശഭരിതമാകാനുള്ള ഒരു സാധ്യത കൂടിയാണ് നിലനിൽക്കുന്നത്. രജീഷ, അർജുൻ, അതോടൊപ്പം അൻവർ UDF-ന്റെ മാത്രം ആശങ്കയാണ് എന്നാണ് സ്വരാജിന്റെ ആദ്യ പ്രതികരണം. നമ്മോട് തന്നെ അത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അൻവർ ഫാക്ടറിൽ LDF-ന്റെ ആശങ്കയെല്ലാം മാറിയോ? അൻവറിൽ ഒരു ആശങ്ക LDF ക്യാമ്പിൽ നിലവിൽ ഇല്ല എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് UDF അനുഭാവികളാണ്, അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമായി നിന്നിരുന്ന വോട്ടുകളാണ് അൻവർ LDF പക്ഷത്തേക്ക് വന്ന ഘട്ടത്തിൽ LDF-ലേക്ക് വന്നത്. അതിനുശേഷം അൻവർ LDF-മായി പിരിയുകയും പിന്നീട് UDF-മായി സഹകരിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അത് ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് UDF ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. അതായത് അൻവർ UDF-ന്റെ ഭാഗമാകുകയാണെങ്കിൽ നേരത്തെ UDF-ൽ നിന്ന് പോയിട്ടുള്ള വോട്ടുകൾ
തിരിച്ചെത്തും. ഒപ്പം തന്നെ അൻവറിനുണ്ടായിരുന്ന സ്വാധീന വോട്ടുകളും അതുകൂടി ആയാൽ ഈസിയായി UDF ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്നായിരുന്നു UDF വിലയിരുത്തുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി അൻവർ ഇപ്പോഴും UDF-മായി സഹകരിക്കാൻ ഇനി തയ്യാറല്ല എന്ന നിലപാട് പ്രഖ്യാപിക്കുകയാണ്. നാളെ ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായി അൻവർ രംഗത്തെത്താനുള്ള സാധ്യത കൂടി നിലനിൽക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ UDF കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ അൻവറിലേക്ക് പോകുമെന്നുള്ള വിലയിരുത്തലാണ് LDF ക്യാമ്പിലുള്ളത്. അതൊരു 10,000, 15,000 ഒക്കെ ആണെങ്കിൽ അത് ഈ പറയുന്ന LDF പ്രതീക്ഷിക്കുന്ന ഇടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അത് UDF ക്യാമ്പിന് കിട്ടേണ്ട അത്രയും വോട്ടുകൾ അൻവറിലേക്ക് തന്നെ തിരിച്ചു വരികയും ആ സമയത്ത് M സ്വരാജ് എന്ന കരുത്തനായ സ്ഥാനാർത്ഥി വന്നതോടുകൂടി LDF ലഭിക്കേണ്ട പരമാവധി വോട്ടുകളുടെ അങ്ങേയറ്റം LDF പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷയാണ് LDF ക്യാമ്പിലുള്ളത്.